കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ പുതുവത്സരാഘോഷ തിരക്ക് നിയന്ത്രിക്കാൻ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി ക്യാമ്പ് ചെയ്ത് നടപടി സ്വീകരിക്കും. ഈ വാർത്ത നമ്മൾ നേരത്തെ നോക്കിയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫെ, എന്തൊക്കെയാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, എന്തൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ, പറയൂ. കാളിദാസ്, കഴിഞ്ഞ ദിവസം ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വേടന്റെ സംഗീത നിശയ്ക്കിടെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും അനുഭവപ്പെട്ടിരുന്നു. നിരവധി പേർ കുഴഞ്ഞു വീഴുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും മാത്രമല്ല റെയിൽപാളം മുറിച്ച് കടന്ന പരിപാടിക്ക് എത്തിയ യുവാവ് ട്രെയിൻ തട്ടി മരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഈ പ്രവേശിപ്പിക്കാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ഏകോപിപ്പിക്കണമെന്നാണ് കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ ദുരന്ത നിവാരണ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ക്രമീകരണ ഉത്തരവിലൂടെ പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്കായിരുന്നു കാസർഗോഡ് ബേക്കലിൽ നടന്ന ബീച്ച് ഫെസ്റ്റിവലിൽ അനുഭവപ്പെട്ടത്. ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടി എല്ലാ വകുപ്പുകളും തയ്യാറാകണമെന്നാണ് ഇത്തരത്തിൽ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. ഗതാഗത നിയന്ത്രണം അടക്കം ഈ പോലീസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. പരിമിതമായ ആളുകളെ ായിരിക്കും ഈ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുക. ഉൾക്കൊള്ളാൻ മറ്റ് പരിശോധനകളും പുരോഗമിക്കുകയാണ്. ഈ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വലിയ രീതിയിൽ ലഹരി നടന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഇത്തരത്തിൽ MDMA-യുമായി ഒരു യുവതി അടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങൾ, അതായത് ആഘോഷങ്ങൾക്ക് കുറവില്ല, മാത്രമല്ല ആഘോഷങ്ങൾക്ക് തടസ്സവുമില്ല, പക്ഷേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അത് ജനങ്ങളുടെ സുരക്ഷയെ പ്രതിയാണ്. ജില്ലാ പോലീസ് മേധാവി ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ ക്യാമ്പ് ചെയ്ത് ഏകോപിപ്പിക്കും. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജില്ലാ നൽകിയിരിക്കുന്നത്. കാളിദാസ്, ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. കൃത്യമായ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പുതുവത്സരാഘോഷത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ജോസഫും കൂടി വ്യക്തമാക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പിനും പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി ക്യാമ്പ് ചെയ്ത് അവിടെ നടപടി സ്വീകരിക്കുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.